നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ റേഡിയോ ഷോയിലില്ല. ഐ എം ഷാൻ ആൻഡ് റൈറ്റ് നൗ ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്താണ്, ഒരു റിസോർട്ടിലാണ്. ഇവിടെ ഒരു മലയാളത്തിൻ്റെ ഏറ്റവും വലിയ രചയിതാവിൻ്റെ വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ഒരു അഭിനേത്രി നമ്മുടെ കൂടെ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ കേരളം ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാണ് ഈ അഭിനേത്രിയുടെ മറ്റൊരു കഥാപാത്രത്തെ, കെയർ ഓഫ് സാറാ ബാനുവിനെ. സാറാ ബാനു നമ്മുടെ കൂടെ ഉണ്ട്. സാറാ ബാനുവിനെ കുറിച്ച് പറയാനുള്ള ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ സെഷനാണ് ക്ലബ് FM-ൽ ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ മഞ്ജു ചേച്ചി is here with us. Hi, welcome മഞ്ജു ചേച്ചി. Thank you ഷാൻ. Hello ക്ലബ് FM. കെയർ ഓഫ് സാറാ ബാനു. അതെ, കെയർ ഓഫ് സാറാ ബാനു. സാറാ ബാനു ഇപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ട് വളരെ നമ്മളെയൊക്കെ ദൈവത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയിപ്പിച്ചുകൊണ്ട് എത്രയും നല്ല രീതിയിൽ അതിന്റെ റിവ്യൂസും റെസ്പോൺസസും ഒക്കെ കിട്ടിക്കൊണ്ട് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാറാ ബാനുവിനെ എഴുതി സൃഷ്ടിച്ച ഷാനിനോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത് എന്റെ സന്തോഷം ഒരുപാട് കൂട്ടുന്നു. ആദ്യം തന്നെ കെയർ ഓഫ് സാറാ ബാനു ഇപ്പോൾ കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സിലും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സക്സസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിന്, അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസിന് വാഴ്ത്തുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. ചില മൊമെന്റ്സ് ഒക്കെ ആൾക്കാർ കണ്ണ് നിറഞ്ഞ് കൈയടിക്കുന്നതായിട്ട് കാണുന്നു. മഞ്ജു ചേച്ചി ആ ക്യാരക്ടറിനെ കുറിച്ച് പറയും. കെയർ ഓഫ് സാറാ ബാനു, ആരാണ് സാറാ ബാനു? അത് ഇത് എഴുതി ഉണ്ടാക്കിയ ഷാനിന്റെ മുമ്പിൽ തന്നെ ഞാനത് പറഞ്ഞ് വൃത്തികേടാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ മനസ്സിനോട്, എന്റെ ഹൃദയത്തിനോട് ഒരുപാട് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് സാറാ ബാനു. സാറാ ബാനു ഒരു പോസ്റ്റ് വുമൺ ആണ്. എല്ലാ ഇന്റർവ്യൂസിലും ഒക്കെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും കേട്ട് കഴിഞ്ഞു കാണും. ഒരു സാധാരണക്കാരിയായ ഒരു പാവം സാറാ ബാനുവിന്റെ ലോകത്തെക്കുറിച്ചും സാറാ ബാനുവിന്റെ ലോകത്ത് ജീവിക്കുന്ന മറ്റു ചില കഥാപാത്രങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഈ സിനിമ. ജോഷുവ പീറ്റർ സൈറ ബാനു പ്രായത്തിൽ മാത്രമല്ലല്ലോ, പേരുകൾ തമ്മിലും ഒരു പൊരുത്തക്കേട് തോന്നിയില്ലേ? ബാക്കി പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയായിട്ട് ആദ്യമായിട്ടാണ് മലയാള സിനിമയിലെ നായിക ഒരു പോസ്റ്റ് വുമൺ ആയിട്ട് വരുന്നത്. മഞ്ജു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സീലടിക്കുക ഭയങ്കര രസമായിരുന്നു. മഞ്ജു റിയൽ പോസ്റ്റ് വുമൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് പേര് ഇപ്പോഴും ഈ റിസോർട്ടിൽ ഒരുപാട് പേര് മഞ്ജുച്ചിയുടെ ഫാൻസ് വരുന്നുണ്ട്. സോ ദിസ് ഇസ് എ വെരി ക്വിക്ക് സെഷൻ. എങ്ങനെയായിരുന്നു പോസ്റ്റ് വുമൺ ആയപ്പോൾ? പോസ്റ്റ് വുമൺ ഞാൻ ശരിക്കും ഇതിൽ എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള, എനിക്ക് കൗതുകം ഉണർത്തിയ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യമായിട്ടാണ് ഞാനൊരു മുസ്ലിം പശ്ചാത്തലത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതുപോലെ ഒരു പോസ്റ്റ് വുമൺ. നമ്മൾ ശരിക്കും ആലുവ പോസ്റ്റ് ഓഫീസിൽ പോയി അതിലെ ചില സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഇതിന്റെ ഒരു രസങ്ങൾ കൂട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. അത് സീലടിച്ച് അത് പ്രത്യേക താളത്തില് ശരിക്കും പോസ്റ്റ് ഓഫീസ് ജീവനക്കാര് അവര് വളരെ സ്നേഹത്തോടെ അവരത് കാണിച്ചു തരുന്നു. അവരൊക്കെ അടിക്കുന്ന അതേ മേശയിലാണ് നമ്മളും സീലടിച്ചൊരു ഭംഗിയായിട്ടുള്ളൊരു സീൻ ചെയ്തത്. ഈ സിനിമയിൽ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഈ സിനിമയിൽ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു പ്രസൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മഹാനായ നടൻ മോഹൻലാൽ, ലാലേട്ടനെ കുറിച്ച് മഞ്ജുചേച്ചി ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മഞ്ജുചേച്ചിയാണ് ലാലേട്ടനിലേക്ക് ഞങ്ങളെയും വഴിതിരിച്ചു വിട്ടത്. അതിന് ലാലേട്ടനോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും, ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള ഈ സിനിമ ഹിറ്റാണ് എന്ന് എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറഞ്ഞത് ലാലേട്ടനാണ്. അതറിയാം, ലാലേട്ടന്റെ കൂടെ ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ സിനിമയിൽ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസ് ആവുന്ന ദിവസം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാലേട്ടനാണ് വന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ്, സിനിമ ഹിറ്റാണെന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമുക്ക് ഞാനതൊരു ആദ്യം തന്നെ ലാലേട്ടന്റെ കൈ പിടിച്ച് ഞാൻ തലയിൽ വെച്ചിട്ട് ലാലേട്ടന്റെ സപ്പോർട്ട് ഇതിന് അത്രമാത്രം വലുതായിരുന്നു. കാരണം ഇതില് ഇതില് പറയുന്നുണ്ട്, ഈ സിനിമയിൽ തന്നെ പല സന്ദർഭങ്ങളിലും ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ശരിക്കും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ നമ്മുടെ ആ ലാലേട്ടൻ ഈ സിനിമയുടെ ഭാഗമാവാൻ സമ്മതിച്ച ആ ഒരു സമ്മതം നമ്മളെ സംബന്ധിച്ച് ഒരു ദൈവത്തിന്റെ സ്പർശമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? മഞ്ജുചേച്ചി ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത് നമ്മൾ എവിടെയോ അതിന് പര്യായമായിട്ട് ലാലേട്ടന്റെ ശബ്ദവും സ്പർശവും അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ദൈവം മലയാള സിനിമയ്ക്ക് നീട്ടിയ കരമാണ് ലാലേട്ടൻ എന്നുള്ളത് ഞാൻ ഫേസ്ബുക്കിൽ അത് മാത്രല്ല മഞ്ജുചേച്ചി ലാലേട്ടന്റെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് സിനിമയിൽ. അതുണ്ട് മഞ്ജുചേച്ചിക്ക് എങ്ങനെയാണ് മഞ്ജുചേച്ചി ഒരു എങ്ങനെയാണ് അത് ചെരിഞ്ഞ് ഒരു
ഇല്ല, ഒരു ലാലേട്ടൻ മൊമെന്റ് ഫോർ ഒരുപാട് പേര് ലൈവേ കാണുന്നത് എങ്ങനെ മഞ്ചേച്ചിയുടെ ഒരു ലാലേട്ടൻ മൊമെന്റ് അല്ല അതാ ശരിക്കും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പാവ ലാലേട്ടനെ നശിപ്പിക്കില്ല ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമയിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയ ഇപ്പൊ തന്നെ ഒരുപാട് അഭിമുഖങ്ങളിലൂടെ നമ്മൾ മഞ്ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും UAE ഇപ്പോൾ ക്ലബ് FM ലൈവ് പേജ് ആസ്വദിക്കുന്ന ഒരുപാട് പേർക്ക് മഞ്ചേച്ചിയിലൂടെ അറിയണം അമല എന്നുള്ള ആ വലിയ ആക്ടറിനെ തിരിച്ചു കാണുമ്പോൾ. ഒരുപക്ഷെ സൂര്യപുത്രി ഇറങ്ങുന്ന സമയത്ത് മഞ്ചേച്ചി എന്ത് ചെയ്യായിരുന്നു? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. 6ാം ക്ലാസ് ഞാൻ മഞ്ചേച്ചി അതിനുവേണ്ടി മുടിയൊക്കെ വെട്ടിന്ന് കേട്ടു. ഇല്ല, മുടി വെട്ടാനായിട്ട് വീട്ടിൽ വാശി പിടിച്ച് കുറെ തല്ലുകൊണ്ടു. സൂര്യപുത്രി കണ്ടിട്ട് അതിൽ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അതിലത്തെ പോലെ ഡ്രസ്സ് ഇടാനും മിടിയും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡ്രസ് സ്റ്റൈലൊക്കെയാണ്. അപ്പൊ അതിൽ ഇങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് നടക്കാനും അതേപോലെ സ്മാർട്ടായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി റിബലായിട്ട് നടക്കാനൊക്കെ എനിക്ക് എന്നിലെ ടീനേജുകാരി വല്ലാതെ കൊതിച്ചിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എത്രയോ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ അമല മാഡത്തിന്റെ ആരാധികമാരായിട്ട് ഒരുപാട് വാർത്തകളും നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട് ഈ സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച്. അപ്പൊ ഈ അതിന് ഞാനൊന്നും കാണുന്ന പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഈ സിനിമയുടെ കഥ പറയാൻ നമ്മൾ അമല മാം എന്നൊരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മാമൊക്കെ സമ്മതിക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സോണിയും ഷാനും ഒക്കെ കഥ പറയാൻ പോയപ്പോൾ ഞാനിവിടെ കാത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് മാമിനെ കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. വർഷങ്ങളോളം ആരാധിച്ചു വന്നിരുന്നു. ആദ്യം കണ്ടപ്പോ എന്താ മഞ്ചേച്ചി പറഞ്ഞത്? ഞാൻ ആദ്യം വിറച്ചിട്ടാണ് പോയത്. ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു ശരിക്കും എനിക്ക്. ഞാൻ ആദ്യം തന്നെ പോയി പറഞ്ഞത് ഈ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചതിന് ഞാൻ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള താങ്ക്സ് ഞാൻ പറയുകയാണ് ചെയ്തത്. അപ്പൊ അതേപോലെ അത്രയും സ്വീറ്റ് ആയിട്ട് മാം തിരിച്ച് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. മഞ്ജുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്കാണ് സന്തോഷം. ഒരു ഗോൾഡൻ പോയിന്റ് അമല എന്നുള്ള ആക്ടറിൽ നിന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിച്ച ഒരു മൊമെന്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു? പല കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു പ്രൊഫഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ അമല മാം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു വക്കീലാണ്. അപ്പൊ വക്കീല് പറയുന്ന അത്രയും കട്ടിയുള്ള ഭാഷയിലുള്ള ഡയലോഗുകൾ ഒരുപാടുണ്ട് ഈ സിനിമയിൽ അമല മാമിന് പറയാനുള്ളത്. അപ്പോൾ മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത അമല മാം അത് ദിവസങ്ങൾക്ക് മുമ്പേ ആ ഡയലോഗ് പഠിക്കാൻ എടുത്തൊരു എഫേർട്ടും അത് ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കി പറയണം എന്ന നിർബന്ധവും അത് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള ആ ഒരു ക്ഷമയും അതിന് വേണ്ടിയിട്ട് മാം എടുത്ത എഫേർട്ടും ഒക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ ഇനിയും എത്രയോ ദൂരം മുന്നോട്ട് പോകാനുണ്ട്, എന്തെങ്കിലും ആവണമെങ്കിൽ എന്നുള്ളതൊക്കെ പല അവസരങ്ങളിലും ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പേഴ്സണലി എപ്പോഴും നമ്മുടെ സെറ്റിലേക്ക് മാം നടന്നു വന്നു കഴിയുമ്പോൾ അവിടെ സ്പ്രെഡ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ചിരിയിലൂടെയോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിറഞ്ഞ നോട്ടത്തിലൂടെയോ ഒക്കെ നമുക്കൊക്കെ പകർന്നു തരുന്ന ഒരു തരം കംഫർട്ട് ഉണ്ടായിരുന്നു മാമിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ അതൊക്കെ എല്ലാവരും തിരിച്ചും അങ്ങോട്ട് മാമിനെ കുറിച്ച് അത്രയും സ്നേഹത്തിൽ സംസാരിക്കുകയും മാം തിരിച്ചു പോയി കഴിഞ്ഞാൽ മാമിനെ മിസ് ചെയ്യണം എന്ന് സോണി അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരാളിൽ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അത് അങ്ങനെ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് മാമിൽ നിന്ന്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോണേ. സാറാ ബാനു വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഞങ്ങൾക്ക്. പക്ഷെ എന്തുകൊണ്ടാണ് മഞ്ജു ചേച്ചി സാറാ ബാനു ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം മഞ്ജു ചേച്ചി അതിന് ആ ഒരു ആളുകൾക്ക് സേറാബാനുവിനെ അവതരിപ്പിച്ചത് കൊണ്ട് എന്നോടുള്ള സ്നേഹവും കൊണ്ടാണ്. അതിനെനിക്ക് നന്ദി പറയാനുള്ളത് സേറാബാനുവിനെ സൃഷ്ടിച്ച ഷാനും സോണിയും അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും, ആ ഒരു ടീം സ്പിരിറ്റിനും എല്ലാവരും ഒരേ മനസ്സോടെ അത്രയും പ്രതീക്ഷയും അത്രയും വിശ്വാസത്തോടു കൂടിയിട്ടാണ് എല്ലാവരും സേറാബാനു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്.